ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക്ക് ഡേറ്റാബേസ് മോഡലാണ്. ഓക്കെ, സോ നമുക്ക് ഡേറ്റാബേസ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഡേറ്റാബേസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യും, അതേപോലെ അത് ആക്സസ് ചെയ്യും, അത് മാനിപ്പുലേറ്റ് ചെയ്യും, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പം നമുക്ക് ഏതാണോ ആവശ്യം, ഏതൊരു രീതിയിലാണോ നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റാബേസ് മോഡൽ നമ്മൾ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റാബേസ് മോഡൽ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും എല്ലാ സംഭവവും എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറയുന്നതാണ് ഈ ഡേറ്റാബേസ് മോഡൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കത് വഴിയെ ഡേറ്റാബേസ് മോഡൽ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ആക്ച്വലി എന്താ ഡേറ്റാബേസ് മോഡൽ എന്നുള്ളത്. നമുക്ക് ഷോർട്ടായിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഡേറ്റാബേസിൽ എങ്ങനെ ഡേറ്റ സ്റ്റോർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ ഡേറ്റാബേസ് മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റാബേസ് മോഡൽസ് വരുന്നുണ്ട്. ഹൈറാർക്കിക്കൽ, നെറ്റ്വർക്ക്, ER, റിലേഷണൽ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, NoSQL ആൻഡ് ഗ്രാഫ്. ഇത് എന്താ പറയുക, കുറച്ച് ഡേറ്റാബേസ് മോഡൽ ഞാൻ ആക്ച്വലി ഇവിടെ ഇട്ടിട്ടുള്ളൂ. ഇനിയും കുറേ ടൈപ്സ് ഓഫ് ഡേറ്റാബേസ് മോഡൽസ് ഉണ്ട്. ഉള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിക്കുള്ള കുറച്ച് ഡേറ്റാബേസ് മോഡൽസിൻ്റെ പേരാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതിൽ നമ്മുടെ സിലബസിൽ ഡയറക്റ്റായിട്ട് ഡേറ്റാബേസ് മോഡൽസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ഹൈറാർക്കിക്കൽ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ ആൻഡ് റിലേഷണൽ മോഡലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഹൈറാർക്കിക്കൽ മോഡലും നെറ്റ്വർക്ക് മോഡലും റിലേഷണൽ മോഡലും ER മോഡലും നോക്കും. കാരണം നമ്മുടെ ഈ സിലബസ് ആക്ച്വലി എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലും റിലേഷണൽ മോഡലും നമ്മൾ ഏകദേശം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ സിലബസിൽ ടോട്ടലായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ER മോഡലും റിലേഷണൽ മോഡലും ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവുകയുള്ളൂ. ഹൈറാർക്കിക്കൽ മോഡലും നെറ്റ്വർക്ക് മോഡലും കുറച്ചൊന്ന് അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുകയും ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഡേറ്റാബേസ് മോഡൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഹൈറാർക്കിക്കൽ മോഡൽ, നെറ്റ്വർക്ക്, ER, റിലേഷണൽ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, NoSQL, ഗ്രാഫ് മോഡൽ എക്സെട്ര. ഓക്കെ, സോ ഇതിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഹൈറാർക്കിക്കൽ മോഡലാണ്. ഓക്കെ, ഇനി ഹൈറാർക്കിക്കൽ മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈറാർക്കി നമ്മൾ പറയും, നമ്മുടെ ഫാമിലി ഹൈറാർക്കി അല്ലെങ്കിൽ ഫാമിലി ട്രീ വരയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഹൈറാർക്കിക്കൽ മോഡലിലാണ് നമ്മൾ വരയ്ക്കുക. എങ്ങനെയായിരിക്കും അത്? ഒരു റൂട്ട് നോഡ് ഉണ്ടാവും, ഒരു പറയുന്നത് ഒരു ഗ്രാൻഡ് പാരൻറ്റ് ഉണ്ടാവും അല്ലേ. അവരുടെ ഫാമിലി നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾ, അങ്ങനെ അവരുടെ മക്കൾ, ആ മക്കളുടെ മക്കൾ, അങ്ങനെ ആ ഒരു രീതിക്കാണ് നമ്മളത് ഒരു ഒരു ഫാമിലി ട്രീ വരച്ചു പോകുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വലി അത് തന്നെയാണ് ഹൈറാർക്കിക്കൽ മോഡൽ എന്നും പറയുന്നത്. ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേറ്റയെ നമ്മളൊരു ട്രീ ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇതിലൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ റൂട്ടായിരിക്കും ഇതിലുണ്ടാവുക, മൾട്ടിപ്പിൾ റൂട്ട്സ് അല്ല. ഒരു സിംഗിൾ റൂട്ടിൽ നിന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഡേറ്റ എല്ലാം നമ്മൾ ഈ ഒറ്റ സിംഗിൾ റൂട്ടിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ട്രീ ആക്ച്വലി ഗ്രോ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മളുടെ ഹൈറാർക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് റൂട്ടിൽ നിന്നായിരിക്കും. പിന്നെ നമ്മൾ ഓരോ ചൈൽഡിനെ നമ്മളത് ആഡ് ചെയ്ത് പോകും. അപ്പോൾ ഒരു ചൈൽഡ് നമ്മൾ ആഡ് ചെയ്തു, ആ ചൈൽഡിന് വീണ്ടും ഒരു ചൈൽഡ് വരുമ്പോൾ ഈ പ്രീവിയസ് ചൈൽഡ് എന്താവും? പാരൻ്റ് നോഡാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഈ ട്രീ ലൈക്ക് സ്ട്രക്ചർ നമുക്ക് ആ ഗ്രോത്ത് വരുന്നത്. ഓക്കെ, ഇനി ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈൽഡ് നോഡിന് ഒരു സിംഗിൾ പാരന്റ് നോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു ചൈൽഡ് നോഡിന് സിംഗിൾ പാരന്റ് നോഡാണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതായത് അതിന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ, അതായത് ഒരു ചൈൽഡ് നോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു റിലേഷൻ വരില്ല, അതായത് രണ്ട് പാരൻ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഒരു പാരൻ്റ് ഉണ്ടെങ്കിൽ ഒരു ചൈൽഡ് ഉണ്ടെങ്കിൽ ആ ഒരു ചൈൽഡിന് ഒരു പാരൻ്റേ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഇങ്ങനെ രണ്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മളുടെ ഒരു ചൈൽഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാരൻ്റിനോടെ ഉണ്ടാവുള്ളൂ. അത് ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ബുക്കിൻ്റെ ഒരു ഇൻഡെക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ബുക്ക് എടുത്തു, ഇപ്പോൾ ഡേറ്റാബേസിൻ്റെ ബുക്ക് തന്നെ എടുത്തു. ഈ പറയുന്ന ഒരു ടോപ്പിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ER മോഡൽ അല്ലെങ്കിൽ ഡേറ്റാബേസ് മോഡലിന് എടുക്കാം. അപ്പോൾ ഡേറ്റാബേസ് മോഡൽ എന്തൊക്കെ വരാം? നമുക്ക് ആദ്യത്തെ ഹെഡിങ് ഡേറ്റാബേസ് മോഡലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഡേറ്റാബേസ് മോഡൽ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ മോഡൽസ്. അതിൽ ഓരോ ഡേറ്റ
മോഡൽസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെയായിരിക്കും നമ്മുടെ ഇൻഡെക്സ് വരിക. അപ്പോൾ എല്ലാം എങ്ങനെയായിരിക്കും, ഒരു മെയിൻ ഹെഡിങ് ആയിരിക്കും റൂട്ട് നോഡായിട്ട് വരിക. ബാക്കിയുള്ള സബ് ടോപ്പിക്സ്, അതിനടുത്ത് സബ് ടോപ്പിക്സ് എല്ലാം എന്തായിരിക്കും അതിൻ്റെ ചൈൽഡായിട്ട് അങ്ങനെ നമ്മൾ ട്രീ ലൈക്ക് സ്ട്രക്ചറിലോട്ട് വരയ്ക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഹൈറാർക്കിക്കൽ മോഡൽ വരുന്നത്. ഇനി ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IBMൻ്റെ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഹൈറാർക്കിക്കൽ മോഡലാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹൈറാർക്കിക്കൽ മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറാർക്കിക്കൽ മോഡൽ 1-to-many റിലേഷൻഷിപ്പ് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അത് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് many-to-many റിലേഷൻഷിപ്പ് ഇതിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, അത് many-to-many കാണിക്കാൻ പറ്റാത്തത് ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് ആക്ച്വലി ഹൈറാർക്കിക്കൽ മോഡലിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. സിംഗിൾ റൂട്ടേ ഉണ്ടാവുള്ളൂ. ഒരു ചൈൽഡിന് ഒരു പാരന്റ് നോഡേ ഉണ്ടാവുള്ളൂ. IBM യൂസ് ചെയ്യുന്നത് ഇതാണ്, ഈ മോഡലാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇൻഡെക്സ് ഓഫ് എ ബുക്കാണ്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ജസ്റ്റ് നോക്കി പോവാം. ഞാൻ ഇതിന് മുന്നേ 1-to-many റിലേഷൻഷിപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് ആ ഡയഗ്രാമിൽ ഫസ്റ്റ് ഒരു റൂട്ട് നോഡ് ഉണ്ട്. ആ റൂട്ട് നോഡിൽ 2 ചിൽഡ്രൻ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റും ഇൻഫ്രാസ്ട്രക്ചറും അല്ലേ. അതിൽ നമുക്ക് എങ്ങനെയാണ് അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഒരു കോളേജിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവാം. അപ്പോൾ അതിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, 1-to-many റിലേഷൻഷിപ്പ് അല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ കുറേ കോഴ്സസ് ഉണ്ടാവാം, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ കുറേ ടീച്ചേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു 1-to-many എന്നുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആക്ച്വലി നമ്മൾ എവിടെ കാണിക്കുന്നത്, ഈ പറയുന്ന ഹൈറാർക്കിക്കൽ മോഡലിൽ കാണിക്കുന്നത്. many-to-many നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, നമുക്ക് എളുപ്പത്തിൽ ട്രീ ആണല്ലോ, നമുക്ക് എളുപ്പത്തിൽ എലമെൻറ്റ്സ് ആഡ് ചെയ്യാനും പറ്റും, ഡിലീറ്റ് ചെയ്യാനും പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഇനി അതേപോലെ നമുക്ക് ടോപ്പിലുള്ള ഡേറ്റ എലമെൻറ്റിനെ നമുക്ക് സ്പീഡായിട്ട് തന്നെ ആക്സസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ many-to-many റിലേഷൻഷിപ്പ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ ഡേറ്റ റിപ്പീറ്റീവ്ലി നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് വീണ്ടും ഒരേ ഡേറ്റ നമ്മൾ പല സ്ഥലത്ത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. കാരണം എന്താണ്, നമുക്കറിയാം, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ പറഞ്ഞ പോലെ നമുക്കൊരു CSE എന്ന് പറഞ്ഞിട്ട് ഒരു ചൈൽഡ് നോഡ് ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡേറ്റ നമുക്ക് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് വിചാരിക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഒരു സംഭവമുണ്ട്, അതൊരു പാരൻ്റാണ്, ശരിക്കും വരുന്നില്ല. അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ഇത് CSE ആണെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇനി ബാക്കി എന്താണ് കൾച്ചറൽ ആക്ടിവിറ്റീസിനോ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒരു ടോപ്പിക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതിനകത്ത് കൾച്ചറൽ ആക്ടിവിറ്റീസിൽ ചിലപ്പോൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് CSE അല്ലെങ്കിൽ അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ശരി ഈ CA കൊണ്ടുപോയിട്ട് ഇവിടെ CSEയിൽ കണക്ട് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ സാധിക്കില്ല. ഓക്കെ, കാരണം ഇതിൽ 1-to-many റിലേഷൻഷിപ്പ് മാത്രമേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ CSE എന്നുള്ള ഡേറ്റ തന്നെ വീണ്ടും ഇവിടെ കൊടുക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ആക്ച്വലി അവിടെ റിപ്പീറ്റേഷനാണ് നടക്കുന്നത്. അതായത് റിഡൻഡൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് കൂടുതൽ ആവശ്യം വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ many-to-many റിലേഷൻഷിപ്പ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഹൈറാർക്കിക്കൽ ഡേറ്റാബേസ് മോഡലിനെ കുറിച്ചിട്ട് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നെറ്റ്വർക്ക് മോഡലാണ്. ഓക്കെ.